വീണ്ടും വാർത്തകളിലേക്ക്. മലപ്പുറം തിരൂരിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെതിരെ ഫ്ലക്സ്. വർഗീയവാദികളെ കൂട്ടുപിടിച്ച് പാർട്ടിയെ വിറ്റ് കാശാക്കിയ ഇവനല്ലേ ശരിക്കും പരനാറിയെന്ന് ഫ്ലക്സിൽ. ഇവനോടല്ലേ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടതെന്നും ഫ്ലക്സിൽ. സേവ് CPIM എന്ന പേരിലാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, SDPI പ്രാദേശിക നേതാക്കളുമായി മാർച്ച് 3-ാം തീയതി നടത്തിയ ഒരു വിരുന്നിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിൽ A. വിജയരാഘവനെതിരെയുള്ള പ്രതിഷേധം CPM-ൽ ശക്തമാകുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് ഫ്ലക്സ് അടക്കം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും നിഷ, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ SDPI നേതാവിന്റെ ഒരു വീട്ടിൽ ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അത് ആ വീഡിയോ ഏറെ വൈറലാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അവരുടേതായ വിശദാംശങ്ങളും അവർ പ്രതികരണവും ഒക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ തിരൂരിലാണ് ഈ വലിയ ഒരു ഫ്ലക്സ് വിജയരാഘവന്റെ ഫോട്ടോ സഹിതം വെച്ചുകൊണ്ട് തന്നെയാണ് വലിയ ഒരു ഫ്ലക്സ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് വിജയരാഘവന്റെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലക്സ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. DYFI തൃക്കണ്ടിയൂർ വില്ലേജ് മുൻ സെക്രട്ടറി ആയിരുന്ന കുന്നത്ത് ഷൗക്കത്തിലെ നേതൃത്വത്തിലാണ് ഈ ഫ്ലക്സ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് കൃത്യമായി തന്നെ നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന DYFIയുടെ ഭാരവാഹിത്വം വരെ ഉണ്ടായിരുന്ന അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള വിമർശനം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഇതാദ്യമാണ്. അത് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം CPM-നെ സംബന്ധിച്ചോളം സമ്പൂർണ്ണ തോൽവി നേരിട്ട ഒരു ജില്ലയാണ്. അതുൾപ്പെടെ പ്രവർത്തകർക്കിടയിലും ഇടത് അനുഭാവികളുടെയും വലിയ പ്രതിഷേധവും വലിയ വിമർശനവും എല്ലാം ഉയർന്നിരുന്നു. അതാണ് ഇപ്പോൾ ഒരു SDPI നേതാവിന്റെ കൂടെ ഇല്ലെങ്കിൽ അത്തരം ഒരു ചടങ്ങിൽ ഒരു വീട്ടിൽ കൂടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരം ഫ്ലക്സുകളും പുറത്ത് വന്നിരിക്കുന്നത്. ലിനിഷ, ശരി, നന്ദി ശാന്തകുമാർ വിവരങ്ങൾക്ക്.